എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വേദമണി മുത്തെന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഈ കുലദേവത ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുലദേവത എന്ന് പറയുന്ന ഒരു ദേവത നമുക്ക് വേണ്ടി ഉണ്ടാകാൻ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു കാരണം, അതിനെ പറ്റിയാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അതായത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ മരണപ്പെട്ടു പോയവരെ നമ്മൾ മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വരും കാലങ്ങളിൽ, പിന്നീടുള്ള കാലങ്ങളിൽ ഈ മരിച്ചു പോയവരുടെ ആത്മാക്കളെ ചില ആളുകൾ കാണാനും അവരുടെ സാമീപ്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാനും ഒക്കെ തുടങ്ങി. അപ്പം അങ്ങനെ തുടങ്ങിയത് തന്നെയല്ല, ചില ആളുകളിൽ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ പൂർവികരായിട്ടുള്ള അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ചില ആളുകളിൽ ഈ ആത്മാക്കൾ പ്രവേശിക്കാൻ തുടങ്ങി. അതായത് ശരീരത്ത്, നമ്മുടെ ഉള്ളിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഈ ആത്മാക്കൾ പ്രവേശിക്കാൻ തുടങ്ങിയിട്ട് ഈ ആത്മാക്കൾ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന, ഇപ്പം എൻ്റെ ശരീരത്താണ് കയറുന്നതെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ആ ആളായിട്ടാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു വല്യമ്മച്ചിയാണ് മരിച്ചു പോയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു മുത്തശ്ശിയാണ് മരിച്ചു പോയതെന്ന് വെച്ചു. അപ്പം ഈ മുത്തശ്ശി ആണ് എൻ്റെ ശരീരത്തിൽ വരിക. എൻ്റെ ശരീരത്തിൽ വന്നിട്ട് ഈ മുത്തശ്ശി സംസാരിക്കും. എൻ്റെ ഈ സൗണ്ടിലല്ല, ആ മുത്തശ്ശിയുടെ സൗണ്ടിൽ സംസാരിക്കും, ആ ശബ്ദത്തിൽ സംസാരിക്കും. ആ മുത്തശ്ശി കാണിച്ചുകൊണ്ടിരുന്ന ജ്യേഷ്ഠകളൊക്കെ കാണിക്കും. ആ മുത്തശ്ശി കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ചോദിക്കും. ആ മുത്തശ്ശി എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രവർത്തികളൊക്കെ നമ്മൾ കാണിക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് അന്വേഷണം തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് മരിച്ചു പോയവരുടെ ആത്മാക്കളാണെന്നും, ഈ ആത്മാക്കളുടെ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നുണ്ടെന്നും, ഇവരെ ചില ആളുകൾക്കൊക്കെ ഈ ആത്മാക്കളെ കാണാൻ പറ്റുമെന്നും, ചില ആളുകൾക്ക് ഈ ആത്മാക്കളോടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നും ഒക്കെ പിന്നീടാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായത്. അപ്പം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ഞാൻ ആദ്യ വീഡിയോകളിൽ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയത്. അപ്പം ഈ കാവുകളെ പറ്റി അപ്പോൾ ഈ കാവുകളെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ പിന്നെ നമ്മുടെ ഈ കൃഷി തുടങ്ങി, കാവുകളെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ജീവിതം തുടങ്ങിയത്. അപ്പോൾ ഈ കാവിൽ ഒരു പ്രത്യേക എനർജി ഉള്ള കാര്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ്, രണ്ട് എനർജികളെ ഇവിടെ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള എനർജി ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അപ്പം ഈ കാവുകളെ ചുറ്റിപ്പറ്റിയാണ് ഈ എനർജി ഉണ്ടായിരുന്നതും. ഈ കാവുകൾക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജിയെ മനസ്സിലാക്കിക്കൊണ്ടും അതിനെ വിശ്വസിച്ചുകൊണ്ടുമായിരുന്നു നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതങ്ങളൊക്കെ. മറ്റൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഒരു ദൈവവുമില്ല, ഇവിടെ ഒരു 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 മൂർത്തികളുമില്ല. അങ്ങനെയുള്ള യാതൊരുവിധ സംവിധാനങ്ങളും അന്നത്തെ കാലത്ത് ഇവിടെ ഇല്ല. ഒരു ദൈവവുമില്ല, ഒരു വിഗ്രഹമില്ല, ഒരു കല്ലില്ല, ഒന്നുമില്ല, ഒരു പൂജയില്ല. ഒന്നുമില്ലാതിരുന്ന കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ ആത്മാക്കൾ നമ്മുടെ ശരീരത്തിലോ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലോ വന്നിട്ട് അവർ സംസാരിക്കുമായിരുന്നു. അവർക്ക് ഇന്നത് വേണമെന്ന് പറയുമായിരുന്നു. അവർ നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുമായിരുന്നു. അവർ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് പറയുമായിരുന്നു. അവർ നമ്മുടെ വരാൻ പോകുന്ന വർത്തമാനകാലത്തെക്കുറിച്ചൊക്കെ പറയുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ ശക്തികൾ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ ആത്മാക്കൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന്, നമ്മളോട് ഓരോരോ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ ഇത് ആത്മാക്കളാണെന്നും, അവർക്ക് പവർ ഉണ്ടെന്നും, അവർ മരിച്ചുപോയവരാണെന്നും, അവരുടെ ആത്മാക്കളാണ് വന്നിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. അതായത് അന്നത്തെ ഞാൻ പറഞ്ഞ ഊരുമൂപ്പന്മാരെന്നൊക്കെ പറയുന്ന നമ്മുടെ അന്നത്തെ അറിവുള്ള പിതാക്കന്മാർ,
പിതാക്കന്മാർ ഇതെന്താണെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് പറയാൻ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഇതെന്താണെന്ന്, ഇതിങ്ങനെ സംഭവിക്കുന്നു. അപ്പം ആത്മാക്കൾക്ക് മരണമില്ലെന്നും ആത്മാക്കൾ ഇവിടെ തന്നെ നിലനിൽക്കുമെന്നും ഒക്കെ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഈ വരുന്ന ആത്മാക്കൾ അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. എനിക്ക് ഇന്നത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ടാണ് ഈ ആത്മാക്കൾ നമ്മളെ സമീപിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ സമീപിച്ചുകൊണ്ടിരുന്ന ഈ കാലത്ത് നമുക്ക് ഈ പറയുന്ന കാവുകളിൽ ഞാൻ പറയുന്ന ഒരു 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 പോസിറ്റീവ് എനർജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു അമ്മ സാന്നിധ്യത്തിൽ പെടുന്ന ഒരു ദേവത അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുള്ളൂ. അതാണ് ഇപ്പോൾ ഈ ശക്തി, ശിവൻ ശക്തി എന്നൊക്കെ പറയത്തില്ലേ, എന്നാൽ ഈ ശക്തി എന്ന് പറയുന്ന ഒരു ദേവതയായിട്ട് നമ്മൾ അന്ന് അതിനെ കണ്ടു. അപ്പം നമ്മുടെ പൂർവികർ അതിനെ കണ്ടു. അപ്പം ഈ ദേവത ഇവിടെ ഉണ്ടെന്നും ആ ദേവതയുടെ ശക്തി ഉണ്ടെന്നും അത് ഈ പ്രപഞ്ച ശക്തിയാണെന്നും അത് ഈ പ്രപഞ്ചവുമായിട്ട് ലയിച്ച് കിടക്കുവാണെന്നും ആ പ്രപഞ്ച ശക്തിയെ കൊണ്ട് നമ്മൾക്ക് ഉപകാരമുണ്ടെന്നും നമ്മൾ ആ പ്രപഞ്ച ശക്തിയോട് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുമെന്നുമൊക്കെ അന്നുണ്ടായിരുന്ന പൂർവികർ ഇത് മനസ്സിലാക്കിയപ്പോൾ ഈ നമ്മുടെ ഈ കാവുകൾ ആണ് ആദ്യം ഉണ്ടായത്. അപ്പം ഈ കാവുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഈ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കാവുകളിലെ ഈ എക്സ്ട്രാ എനർജി, അതല്ലെങ്കിൽ ഈ അവിടെ ഉള്ള ആ എനർജിയെ അവര് അതിനെ എന്താ പറയുക, അതിനെ നിലനിർത്താൻ വേണ്ടിയും അതിനെ നിലനിർത്തിക്കൊണ്ട് ഈ ആത്മാക്കളെ അവിടെ ആവാഹിച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉള്ള ആവാഹനമൊന്നുമല്ല, ഈ ആത്മാക്കളെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ ഈ ആത്മാക്കൾ വരുമ്പം ഇവരോട് ചോദിച്ചു മനസ്സിലാക്കി ഇവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ട് അവരെ അവിടെ കുടിയിരുത്തി. എവിടെ? ഈ കാവുകളിൽ കുടിയിരുത്തുക എന്ന് പതിയിരുത്തുക എന്നും കൂടെ പറയും. പതിയിരുത്തുക അവിടെ അവർക്ക് വേണ്ടി ഒരു സ്ഥാനം കൊടുക്കുക, അവർക്ക് വേണ്ടി ഒരു 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 ഇരിപ്പിടം റെഡിയാക്കി കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാവുകളിലെ എനർജിയും നമ്മുടെ മരിച്ചുപോയ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ ഈ ആത്മാക്കളുടെ എനർജിയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കാവുകളിൽ പതിയിരുത്താൻ തുടങ്ങി. അങ്ങനെയാണ് കാവുകൾ ശരിക്കും പതികളായി മാറിയത്. കാവുകൾ ശരിക്കും അങ്ങനെ പതികളായി മാറി. അപ്പം അങ്ങനെ പതിയിരുത്തുക എന്നാണ് പറയുന്നത്. പതിയിരുത്തി കാവുകൾ പിന്നീട് ഈ നദീതട സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരത്തെ പിന്നീട് പതി സംസ്കാരം എന്നും അല്ലെങ്കിൽ ആദി ദ്രാവിഡ സംസ്കാരം എന്നും അറിയപ്പെട്ടു. പിന്നീടാണ് ഇവിടെ ഈ പവർ അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രാ എനർജി ഇവിടെ ഉണ്ടെന്നും ഇവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി നമ്മൾ അവരെ അവിടെ കുടിയിരുത്തിയത് നമ്മുടെ നമ്മുടെ തലമുറയിൽപ്പെട്ട പിതാക്കന്മാർ, അതായത് അന്ന് അറിവുള്ള ജ്ഞാനികളായ ആളുകൾ, പിതാക്കന്മാർ ഇവരെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഇവിടുന്ന് വലിയ ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നുമല്ല. നമ്മൾ കഴിക്കുന്ന കിഴങ്ങാണെങ്കിലും അല്ല, നമ്മൾ കഴിക്കുന്ന പഴങ്ങളാണെങ്കിലും അതല്ല, നമ്മൾ കഴിക്കുന്ന നമ്മളന്ന് വേട്ടയാടിയൊക്കെ മാംസമൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന, കാരണം ഭക്ഷണം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പച്ച മാംസമൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. പിന്നീടാണ് തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ രോഗികളാകാൻ തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ജലം എന്തോ അത് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഇവർക്ക് കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ പതി സംസ്കാരം അല്ലെങ്കിൽ ഈ പതി ഇരുത്തുക എന്ന് പറഞ്ഞ് ഈ കാവുകളിൽ ഇവരെ പതിയിരുത്താൻ തുടങ്ങി. ഇനി ഈ കാവിനെ പറ്റിയും പതിയെപ്പറ്റിയും പതിയിരുത്തിയതിനെ പറ്റിയും ഒക്കെ നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ഓ